good evening buddies. So here today I am with a new video of our English class, and in today's video we are going to discuss the activities of the first chapter, The Kissing Hand. Okay? And നമ്മൾ ഇന്ന് കിഡെല്ലായിട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ ഇരുന്ന് കാണുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ അതെ, ഇന്ന് ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലേ. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മുടെ ചാപ്റ്റർ ദ കിസ്സിങ് ഹാൻഡ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഗ്ലോസറി എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അത് ഞാൻ അത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള ഗ്ലോസറി, പിന്നെ സ്റ്റോറിക്കകത്ത് പക്ഷേ എന്നാൽ നമുക്ക് മീനിങ് തന്നിട്ടില്ലാത്ത വേർഡ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ അതേ, നമുക്ക് നമ്മുടെ ആക്ടിവിറ്റി നോക്കിയാലോ. ആക്ടിവിറ്റി 1 ആക്ടിവിറ്റി 1 എന്ന് പറയുന്ന ഭയങ്കര സിമ്പിളാണ്. അത് നമ്മൾ ക്ലാസ്സിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ആക്ടിവിറ്റി 2 വരാം. ആക്ടിവിറ്റി 2 നിങ്ങളൊന്ന് നോക്കിക്കേ എന്താണ്. യു ഹാവ് എൻജോയ്ഡ് റീഡിംഗ് ദ സ്റ്റോറി, ഹാവൻറ്റ് യു? In the story, Chester Raccoon experiences different feelings. Some of his feelings are given below in column A. Match them with a suitable emoji given in column B. അപ്പോൾ column A Chester's feeling, column B emoji. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത്? നമ്മൾ സ്റ്റോറി ഫുള്ള് വായിച്ചല്ലോ. അപ്പോൾ സ്റ്റോറിയിൽ കുറച്ച് നമ്മുടെ ചെസ്റ്റർ റാക്കൂണിൻ്റെ കുറച്ച് ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് ഇവിടെ കോളം എയിൽ തന്നിട്ടുണ്ട്. അതിലും ആ ഇമോഷൻസിന് മാച്ച് ആകുന്ന കുറച്ച് ഇമോജി കോളം ബിയിലും തന്നിട്ടുണ്ട്. പക്ഷേ ഇമോജി മാറിയും തിരിഞ്ഞു ഷഫിളായാണ് കിടക്കുന്നത്. നമ്മളത് കറക്റ്റ് മാച്ച് ദ ഫോളോയിങ് വെച്ച് മാച്ച് ചെയ്തെടുക്കണം. അപ്പം നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കിയാലോ. അപ്പം നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം അല്ലേ. അപ്പം എന്താണ് മാച്ചിങ് ഒന്ന് നോക്കിയേ. ഫസ്റ്റ് കോളം എ ചെസ്റ്റേഴ്സ് ഫീലിംഗ്, കോളം ബി ഇമോജി. ഫസ്റ്റ് നോക്കിയേ, when he gets new friends, fear of new students and teachers, when mother compels him to go to school, when he gets mother's kiss. അപ്പം 4 ഫീലിങ്സും 4 ഇമോജി ഉണ്ടല്ലേ. നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പോൾ ആദ്യത്തെ നോക്കിക്കേ, വെൻ ഹീ ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്, പുതിയ ഫ്രണ്ട്സിനെ കിട്ടപ്പോൾ സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ സന്തോഷം വരുന്ന എങ്ങനെ, 2 പേരുണ്ടല്ലേ, അതിൽ ഭയങ്കര സന്തോഷം വരുന്ന ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ വരുന്ന സന്തോഷം ഏതാണ്? നമ്മുടെ രണ്ടാമത്തെയാണല്ലേ. അപ്പം ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. അപ്പോൾ ഒന്നാമത്തത് ഇവിടെയാണല്ലേ വന്നത്. അപ്പോൾ ഒന്നാമത്തെ മാച്ചായ വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ് നമുക്ക് കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ നോക്കിക്കേ, ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? പുതിയ ടീച്ചേഴ്സിനെയും കുട്ടികളെ അടുത്ത് പോയി സംസാരിച്ച് ഇടപഴകാനുള്ളൊരു പേടിയല്ല, ഒരു ഷൈനസ് അല്ലേ. ഷൈനസ് എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ ഓക്വേർഡ്നെസ് എന്ന് പറയും. ഒരു പുതിയ ഒരാളുമായിട്ട് ചെന്ന് കണ്ട് പരിചയപ്പെട്ട് വരാൻ ആ ഒരു തുടക്കത്തിലുള്ളൊരു വല്ലാത്തൊരു ചമ്മൽ, മടി പോലെ. അപ്പോൾ ഫിയർ ഓഫ് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, അതേത് വരും? ഇതല്ലേ ഒരു പേടി പോലെ ഉള്ളൊരു സംഭവം, ഭയങ്കര ടെറിഫൈഡൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ. അപ്പോൾ അപ്പോൾ 2 എന്ന് പറയുന്നത് ഇത്. ഇപ്പോൾ രണ്ടാമത്തെ ആളെയും കിട്ടിയല്ലോ. ഒന്നാമത്തെ ആളുടെ മാച്ചും കിട്ടി, രണ്ടാമത്തെ ആളുടെ മാച്ചും കിട്ടി. അപ്പോൾ ഇനി നമുക്ക് 2 മാച്ചൂടെ ബാക്കിയില്ലേ നോക്കാം. വെൻ മദർ കമ്പൽസ് ഹിം ടു ഗോ ടു സ്കൂൾ. വെൻ മദർ കമ്പൽസ് ഹിം ടു ഗോ ടു സ്കൂൾ, എന്താണ്? സ്കൂളിൽ പോകാൻ അമ്മ കമ്പൽ ചെയ്യുമ്പോൾ, കമ്പൽ മീൻസ് നിർബന്ധിക്കുമ്പോൾ അല്ലേ. നമുക്കിപ്പോൾ ഒരു ദിവസം എണീറ്റിട്ട് സ്കൂളിൽ പോകാൻ ഒരു മൂഡും ഇല്ല, നല്ല മഴയും നല്ല തണുപ്പും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നേരം മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങണം. അപ്പോൾ അമ്മ പറയും, എണീറ്റ് പോയി റെഡിയായി സ്കൂളിൽ പൊക്കോന്ന് അമ്മ ഇരുന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് നമ്മൾ മനസ്സിൽ വിചാരിക്കും, ഈശ്വര ഒന്ന് ഉറങ്ങാനും സമ്മതിക്കൂലേ നല്ല സമയത്തല്ലേ. അങ്ങനെയൊക്കെ സ്കൂളിൽ പോകാൻ അന്ന് ഭയങ്കര ഒരു മടി, ഒരു ഇറിറ്റേഷൻ പോലെ നമുക്ക് തോന്നുമല്ലേ. അങ്ങനെയുള്ളൊരു സിമ്പിൾ ഏതാണ് ഇനി ബാക്കിയുള്ളത്? ഇതാണല്ലേ. അപ്പോൾ നമ്മുടെ 3ാമത്തെ ആളെയും കിട്ടിയല്ലേ. ഇനി ഒരെണ്ണല്ലേ ബാക്കിയുള്ളൂ, 4ാമത്തെ ആള്. വെൻ ഹീ ഗെറ്റ്സ് മദേഴ്സ് കിസ്, അമ്മയുടെ ഉമ്മം കിട്ടുമ്പോൾ. എന്താണ്? മനസ്സിൽ ലഡു പൊട്ടി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ബാക്കിയുള്ള ഒരാളല്ലേ.
അപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ കോളം എയിൽ നമ്മുടെ ചെസ്റ്ററിൻ്റെ ഫീലിങ്സിന്, കോളം ബിയിൽ അതിന് എന്താണ് മാച്ചിങ് ആയിട്ട് വരുന്ന ഇമോജിയുമായിട്ട് കൂട്ടിച്ചേർത്ത്. ഓക്കെ അല്ലേ കൂട്ടുകാരെ? അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് ആക്ടിവിറ്റി, നമ്മുടെ ഈ വീഡിയോയിലെ ഫസ്റ്റ് ആക്ടിവിറ്റി, പക്ഷേ ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ആക്ടിവിറ്റി നമ്മൾ ചെയ്തു. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഈ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ദേ അടുത്ത ആക്ടിവിറ്റി 3. ആക്ടിവിറ്റി 3യും ക്ലാസ്സിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ ചെയ്താൽ മതി. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് നോക്കാം. ആർട്ട് ഗാലറി അല്ലേ, ആർട്ട് ഗാലറി. ക്രിയേറ്റ് ഇംപ്രിൻറ്റ്സ് ഓഫ് ദി കിസ്സിങ് ഹാൻഡ് ബൈ ട്രേസിങ് യുവർ ഹാൻഡ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. Add a special message on them to show the love and support of your beloved ones. Color or paint to make them more attractive. Hold an exhibition in the classroom. ഇപ്പം എന്താണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യാനുള്ളൊരു ആക്ടിവിറ്റിയാണ് അല്ലേ? എന്താണ് ആക്ടിവിറ്റി? ഒരു പേപ്പറിൻ്റെ പുറത്ത് നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് കൈയുടെ ഔട്ട്ലൈൻ വരയ്ക്കും. പെൻസിൽ നമ്മൾ ബുക്കിലൊക്കെ വരച്ച് കളിക്കത്തില്ലേ, കൈ ഇങ്ങനെ വെച്ചിട്ട് പെൻസിലുകൊണ്ട് കൈയുടെ ഔട്ട്ലൈൻ വരയ്ക്കുന്നത്, അതുപോലെ ഔട്ട്ലൈനൊക്കെ വരച്ച് അതിലെന്തെങ്കിലും അമ്മയ്ക്കോ, നമ്മുടെ ഏറ്റവും കൂടുതൽ അമ്മയ്ക്കോ അച്ഛനോ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ബ്രദേഴ്സിനോ സിസ്റ്റേഴ്സിനോ ഒക്കെ സ്പെഷ്യൽ മെസ്സേജ് എഴുതി എന്താണ് കുറച്ചുകൂടെ അത് സ്പെഷ്യൽ മെസ്സേജൊക്കെ എഴുതിയിട്ട് അത് കുറച്ചുകൂടെ ഭംഗിയൊക്കെ കളറൊക്കെ ചെയ്ത് ക്ലാസ്സിൽ എക്സിബിഷൻ നടത്താനാണ് അതൊരു ആക്ടിവിറ്റി അല്ലേ? അപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, അത് ക്ലാസ്സിൽ ചെയ്യിപ്പിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അതേ നമ്മുടെ അടുത്ത ആക്ടിവിറ്റി നോക്കിയേ. ഞാൻ ആൻസർ ഓൾറെഡി ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓർഡർ വൈസ് ഞാൻ എന്താണ് ആക്ടിവിറ്റി നോക്കി. ഇത് ആക്ടിവിറ്റി 4 ആണ്. എന്താണ് ആക്ടിവിറ്റി 4 എന്താണ് പറയുന്നത്? Some events from the story are given below in a jumbled way. You may arrange them properly and write them down in the space provided. എന്താണ് നമ്മുടെ സ്റ്റോറിയിലെ കുറച്ച് ഇവൻറ്റ്സ് ആണ് ഇവിടെ തന്നേക്കുന്നത്. പക്ഷെ അതെന്താണ് ഓർഡറിലല്ല, മിക്സ് ചെയ്താണ് തന്നേക്കുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഓർഡർ വൈസ് ആക്കണം അല്ലേ? ഈ ഓർഡർ വൈസ് ഞാൻ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഓർഡർ വൈസ് അത് ഞാൻ ആക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഓർഡർ വൈസ് അവിടെ ഇരിക്കട്ടെ. നിങ്ങളിതൊന്ന് വായിച്ചിട്ട് ഒന്ന് പറഞ്ഞ് ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിയേ. മിസ് റാക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രറ്റ് അല്ലേ? ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്? മിസ് റാക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രറ്റ്. അപ്പം എന്താണ് മിസ് റാക്കൂൺ പറഞ്ഞു, എന്താണ് ഒരു വണ്ടർഫുൾ, ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു സീക്രട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന്. അതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. രണ്ടാമത്തെ നോക്കിക്കേ. ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹർ പാം. ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹർ പാം. ചെസ്റ്റർ തൻ്റെ അമ്മയുടെ കൈകളെടുത്തിട്ട് അതിൻ്റെ ഉള്ളം കൈയിൽ ഉമ്മ വെച്ചു അല്ലേ? നെക്സ്റ്റ് നോക്കിയേ. ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ told his mother that he did not want to go to school. ചെസ്റ്റർ അമ്മയോട് എനിക്ക് സ്കൂളിൽ പോകണ്ടെന്ന് പറയുവാണ്. ചെസ്റ്റർ danced his way to school as his mother watched. ചെസ്റ്റർ danced his way to school as his mother watched. ചെസ്റ്റർ എന്താണ് അമ്മ നോക്കി, ചെസ്റ്റർ സ്കൂളിലോട്ട് പോകുന്ന അമ്മ നോക്കിയൊക്കെയാണ് ചെസ്റ്റർ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് പോവുകയാണ് അല്ലേ? മിസ് റാക്കൂൺ കിസ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. മിസ് റാക്കൂൺ കിസ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. മിസ് റാക്കൂൺ ചെസ്റ്ററിൻ്റെ കൈയുടെ പാമ്പിൻ്റെ നടുക്ക് ഒരു ഉമ്മ കൊടുത്തു. ഇതാണ് സെൻറ്റൻസ്. ഇനി നിങ്ങളൊന്ന് പറഞ്ഞ് ഇതിൽ ഏത് ആദ്യം വരും, ഏത് രണ്ടാമത് വരും, ഏത് മൂന്നാമത് വരും, ഏത് നാലാമത് വരുമെന്ന്. നമ്മളിത് സ്റ്റോറി വായിച്ചാണല്ലേ, അപ്പം നമുക്കറിയാൻ പറ്റും ഏതാണ് ഫസ്റ്റ് ഏതാണ് സെക്കൻഡ് എന്നൊക്കെ അല്ലേ? നോക്കി ഞാനിവിടെ ആൻസർ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്റ്റോറി അനുസരിച്ച് എന്താണ് ഫസ്റ്റ് വരുന്നത്? ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് സ്കൂൾ. അപ്പോൾ സ്റ്റോറിയുടെ തുടക്കം അതല്ലായിരുന്നു. നമ്മുടെ ചെസ്റ്റർ റാക്കൂണ് സ്കൂളിൽ പോണ്ടെന്ന് പറഞ്ഞ് ആണ് നമ്മുടെ സ്റ്റോറി തുടങ്ങിയതല്ലേ? ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ, ഐ വോണ്ട് ടു സ്റ്റേ ഹിയർ വിത്ത് യു, ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, ഐ വോണ്ട് ടു റീഡ് മൈ ബുക്സ്, ഐ വോണ്ട് ടു സ്വിങ് മൈ സ്വിങ്. അങ്ങനെയല്ലേ നമ്മുടെ സ്റ്റോറിയിൽ ഫസ്റ്റ് തുടങ്ങുന്നത്. അപ്പം എന്താണ് ഫസ്റ്റ് സെൻറ്റൻസ്?
ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ. അപ്പോൾ ദേ ഇത് ഒന്നാമത്തത്, ഇത് ഒന്നാമത്തതല്ലേ. ഇനി അടുത്ത് നോക്കിക്കേ, പിന്നെന്താണ് ഈ സെൻറ്റൻസിൽ അടുത്ത് നടന്നത്? അപ്പോൾ ചെസ്റ്ററിൻ്റെ അമ്മ അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് പറയണം, അങ്ങനെ അവിടെ പോയാൽ പുതിയ കളിപ്പാട്ടം, പുതിയ ടോയ്സ് കിട്ടും, പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, പുതിയ ബുക്സ് കിട്ടും, പുതിയ സ്വിങ്ങിൽ കളിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചെസ്റ്ററിനെ കോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. കോക്സ് എന്ന് വെച്ചാൽ എന്താണ്, പോവാനായിട്ട് ഇങ്ങനെ പറഞ്ഞ് അത് ചെയ്യിക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞ് സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ ചെസ്റ്ററിൻ്റെ അമ്മ മിസ് റാക്കൂൺ എന്താ പറഞ്ഞത്, ഞാനൊരു സീക്രട്ട് പറഞ്ഞു തരാമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എന്താണ്, മിസ് റാക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തതല്ലേ. ഈ വണ്ടർഫുൾ സീക്രട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിസ് റാക്കൂൺ എന്താണ് ചെയ്തത്, ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്സ് in her palm in her hands, spread his fingers like fan and kissed in the middle of his palm അല്ലേ. അപ്പം എന്താണ്, ചെസ്റ്ററിൻ്റെ കുഞ്ഞി കൈകൾ തൻ്റെ കയ്യിലെടുത്ത് ഫിംഗേഴ്സിന് ഇങ്ങനെ ഫാൻ പോലെ വിടർത്തി നടുക്കൊരു ഉമ്മ കൊടുത്തു. അപ്പം എന്തായിരിക്കും നമ്മുടെ മൂന്നാമത്തെ സെൻറ്റൻസ് ഓർഡറിൽ വരുന്നത്, ചെസ്റ്റേഴ്സ് മിസ് റാക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. അതല്ലേ നടന്നത് മൂന്നാമത്തത്. അപ്പോൾ അത് മൂന്നാമത്തതായല്ലേ. അപ്പോൾ അത് മൂന്നാമത്തെ ഓക്കെ ആണല്ലോ. ഇനി നാലാമത്തെ സെൻറ്റൻസ് എന്താണ്, മിസ് റാക്കൂൺ ചെസ്റ്ററിന് ഉമ്മ കൊടുത്തു. തിരിച്ച് ചെസ്റ്റർ എന്താ ചെയ്തത്, took her big familiar hands in his palm and spread her fingers like fans and kissed her palm അല്ലേ. ചെസ്റ്ററും തിരിച്ചെന്താണ് ചെയ്തത്, തൻ്റെ അമ്മയുടെ കയ്യിലൊരു ഉമ്മ കൊടുത്തു അല്ലേ. അപ്പം എന്താണ് നെക്സ്റ്റ് നാലാമത്തെ ഓർഡർ വരുന്നത്, ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹർ പാം. അപ്പം അത് നമ്മുടെ 4 ഇനി എന്താണ് ലാസ്റ്റ് വൺ, എന്താണ് ചെസ്റ്റർ എന്താണ് പാട്ടൊക്കെ പാടി അമ്മയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണല്ലേ. സ്ക്രാമ്പിൾഡ് അക്രോസ് ദി ട്രീ ലിംസ് എന്നൊരു സെൻറ്റൻസ് നമ്മൾ ടെക്സ്റ്റിൽ കണ്ടായിരുന്നു. സ്ക്രാമ്പിൾഡ് അക്രോസ് ദി ട്രീ ലിംസ്, പാട്ടൊക്കെ പാടി, അതായത് ഒരു മരച്ചില്ല കിടന്നതിൻ്റെ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ചാടിയൊക്കെ പോയി എന്നാണ്. അപ്പോൾ എന്താണ്, ചെസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. അപ്പം ഇതാണ് 5 അല്ലേ. അപ്പം നമ്മുടെ ഓർഡറിൽ നമുക്ക് കിട്ടിയല്ലോ. എന്താണ് ഓർഡർ, നമുക്കിനി ഒന്നുകൂടെ ഇവിടെ നോക്കിയാലോ. ഒന്നാമത്തെ ആള്, ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ, അത് ഒന്നാമത്തത്. ഇനി രണ്ടാമത്തെ നോക്കിക്കേ, മിസ് റാക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്, അത് രണ്ടാമത്തതല്ലേ. ഇനി മൂന്നാമത്തെ നോക്കിക്കേ, മിസ് റാക്കൂൺ കിസ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം, അത് മൂന്നാമത്തതല്ലേ. ഇനി 4 നോക്കിക്കേ, ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹർ പാം, അത് നാലാമത്തതല്ലേ. 5 ലാസ്റ്റ് വൺ നോക്കിക്കേ, ചെസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്. ഞാനത് ബാക്കി എഴുതാൻ മറന്നുപോയതാണ്, സോറി. അപ്പോൾ എന്താണ്, ചെസ്റ്റർ ഡാൻസസ് വേ ടു സ്കൂൾ എന്താണ്, ആസ് ഹിസ് mother. Chester dances way to school as his mother watched. അപ്പോൾ 5-മത്തതും ശരിയായല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു ഫില്ലിൻ്റെ ഓർഡർ ചെയ്യാനുള്ളതും നമ്മൾ 5 കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ആക്ടിവിറ്റി 4 വളരെ മനോഹരമായി തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഇതിലും എന്താണ് ഞാൻ എപ്പോഴും പറയാണ്, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് കമൻസിൽ ഡൗട്ട് ടെക്സ്റ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരാം. ഓക്കെ, ഡൗട്ട്സ് അവിടെ നമുക്ക് കമൻസിൽ സോൾവ് ചെയ്യാം. ഇനി നമ്മുടെ ആക്ടിവിറ്റി 5 ഒന്ന് നോക്കിക്കേ. ആക്ടിവിറ്റി 5 ഒന്ന് നോക്കിക്കേ. എന്താണ്, ചെസ്റ്റർ റാക്കൂൺ doesn't want to go to school. His mother compels him. Here is a part of the conversation that makes place between them. Complete the conversation and role play it. ഇപ്പം എന്താണ് ആക്ടിവിറ്റി 5,
നമ്മുടെ സ്റ്റോറി തന്നെ എന്താണ്, സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്ന ചെസ്റ്റർ റാക്കൂണിനെ എങ്ങനെയെങ്കിലും സ്കൂളിൽ പറഞ്ഞു വിടാനായിട്ട് നിർബന്ധിപ്പിക്കുന്ന അമ്മയാണല്ലേ എന്ന് വെച്ചാൽ സ്കൂളിൽ പോകാനായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സോപ്പിട്ട് പറഞ്ഞ് നിർത്തുന്ന അമ്മ. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തുവാ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ക്ലാസ്സിൽ നമ്മളൊരാൾ റാക്കൂണും നമ്മുടെ ഒരു ഫ്രണ്ട് മിസ് റാക്കൂണും ആയിട്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യണം. ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്ത് നിങ്ങളുടെ ടീച്ചർ ചെയ്യിപ്പിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ എന്താണ് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം ഫസ്റ്റ് സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചെസ്റ്റർ മാ ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ. അപ്പോൾ ചെസ്റ്ററിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്, മാ ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ. അമ്മ എനിക്ക് സ്കൂളിൽ പോകണ്ട. ഈ ഒരു സെൻറ്റൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് സുഖമായിട്ട് ബാക്കി എഴുതാമല്ലോ. അപ്പോൾ എനിക്ക് സ്കൂളിൽ പോകണ്ടെന്ന് പറയുന്ന ചെസ്റ്ററിനോട് ചെസ്റ്ററിൻ്റെ അമ്മ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും പറയുക, എന്തുകൊണ്ടെന്നല്ലേ ചോദിക്കത്തുള്ളൂ. ദേ അപ്പം നോക്കിക്കേ, അമ്മ ചോദിക്കുകയാണ്, ഞാനത് ഓൾറെഡി ഫില്ല് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, വൈ നോട്ട്, എന്തുകൊണ്ട് നീ പോകുന്നില്ല, വൈ നോട്ട്. മാ ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ. സോ മിസ് റാക്കൂൺ ചോദിക്കുവാണ്, വൈ നോട്ട്, എന്തുകൊണ്ട്. സോ നമ്മുടെ ചെസ്റ്റർ റിപ്ലൈ പറയാണ്, ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് അമ്മയുടെ കൂടെ വീട്ടിലിരുന്നാൽ മതി, എനിക്ക് സ്കൂളിലൊന്നും പോകണ്ട എന്ന് നമ്മുടെ ചെസ്റ്റർ പറയാണ്. മദർ ഐ എം ഓൾവേസ് വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, പിന്നെന്തുകൊണ്ട് നിനക്ക് സ്കൂളിൽ പൊക്കൂടാ. ഓക്കെ, ചെസ്റ്റർ ഐ എം ഓൾവേസ് വിത്ത് യു, എന്തുകൊണ്ട് നിനക്ക് സ്കൂൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകും, നിങ്ങളൊക്കെ കുഞ്ഞു കുട്ടികളായിരിക്കും. പക്ഷേ UKG LKGയിലൊക്കെ ഫസ്റ്റ് ഡേ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയോ, ഈ അമ്മയുടെ അച്ഛൻ്റെയും കൈവിട്ട് അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഒരു ബഹളമാണ്, എനിക്ക് തിരിച്ച് അമ്മയുടെ അടുത്ത് പോകണം, എനിക്ക് തിരിച്ച് അച്ഛൻ്റെ അടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ചെസ്റ്ററും. ഓക്കെ, ചെസ്റ്റർ ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് റീഡ് മൈ ബുക്സ്. എനിക്ക് ഇവിടെ വീട്ടിലിരുന്ന് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ കളിച്ച് എൻ്റെ സ്റ്റോറി ബുക്സൊക്കെ വായിച്ച് എനിക്ക് വീട്ടിൽ ഇരുന്നാൽ മതി, പക്ഷേ എനിക്ക് സ്കൂളിൽ പോണ്ട. ഇതാണ് നമ്മുടെ ചെസ്റ്റർ പറയുന്നത് അല്ലേ. മദർ യു വിൽ ഗെറ്റ് മെനി ഫ്രണ്ട്സ് ആൻഡ് ഓൾസോ മെനി ബുക്സ് ടു റീഡ്. അതിനെന്തുവാ, നീ ഇപ്പോൾ സ്കൂളിൽ പോയാൽ നിനക്ക് അവിടെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, അവിടെ നിന്നും വായിക്കാൻ കുറേ പുതിയ പുതിയ ബുക്സ് കിട്ടും. ചെസ്റ്റർ പ്ലീസ് മമ്മി ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. അപ്പോൾ ജസ്റ്റ് പിന്നെയും കൊഞ്ചി പറയാണ്, പ്ലീസ് മമ്മി ഞാൻ വീട്ടിൽ ഇരുന്ന് എൻ്റെ കളിപ്പാട്ടമൊക്കെ വെച്ച് കളിച്ചോട്ടെ പ്ലീസ് എന്നൊക്കെ നമ്മുടെ ജസ്റ്റ് ചോദിക്കുവാണ്. മദർ ഹോ നോ ഡിയർ യു വിൽ ഗെറ്റ് മെനി ടോയ്സ് അറ്റ് സ്കൂൾ. അപ്പം അമ്മ പറയണം, അതൊന്നും പറ്റത്തില്ല മോനെ, നിനക്ക് സ്കൂളിൽ പോയാലും പുതിയ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടുമെന്ന് അമ്മ എന്താണ് സോപ്പിട്ട് പറയുവാണല്ലേ. അവനെ സ്കൂളിലോട്ട് പറഞ്ഞു വിടാൻ വേണ്ടി അമ്മ സോപ്പിടുവാണ്. അപ്പോൾ നമ്മൾ പറയില്ല, നമ്മൾ ഇപ്പം എന്തെങ്കിലും പറ്റൂലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് മുട്ടായി വാങ്ങിച്ചു തന്നാൽ നീ ചെയ്യൂലേ എന്നൊക്കെ നമ്മളടുത്ത് ചോദിക്കില്ല വീട്ടിൽ. അതേ പരിപാടിയാണ്. അപ്പോൾ ജസ്റ്റ് പ്ലീസ് മോമ്മി മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. അപ്പം ജസ്റ്റ് ചോദിക്കുകയാണ്, പ്ലീസ് അമ്മ എങ്കിലും ഞാൻ വീട്ടിൽ അമ്മയുടെ കൂടെ നിന്നോട്ടാ, എനിക്ക് സ്കൂളിൽ പോകണ്ട എന്നൊക്കെ ജസ്റ്റ് പിന്നെയും ഒന്ന് നമ്പറൊക്കെ ഇട്ട് നോക്കുകയാണ് അല്ലേ. മദർ നോ ഡിയർ ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. അതൊന്നും അപ്പോൾ ചെസ്റ്ററിൻ്റെ അമ്മ പറയണം, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ പോയേ പറ്റുള്ളൂ. നിനക്കിപ്പോൾ പോകാൻ മടിയായിരിക്കും, കാര്യം ഫസ്റ്റ് ഡേ ആണ്, അവിടെ നിനക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല, ആരെയും അറിയത്തില്ല, അതൊക്കെ ഈ ഒരു ദിവസത്തെ പ്രശ്നം മാത്രമേ ഉള്ളൂ. നീ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് പിന്നെ അവിടെ ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് നമ്മുടെ ചെസ്റ്ററിൻ്റെ അമ്മ പറയുകയാണല്ലേ. സോ ഈ ഒരു കോൺവെർസേഷൻ ഞാൻ എഴുതിയതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സീന് വെച്ചിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇത് നിങ്ങളുടേതായ രീതിയിലും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഇത് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ആക്ടിവിറ്റി ഉണ്ടല്ലോ, ഈ ഒരു ആക്ടിവിറ്റി എന്ത് ചെയ്യണം, നിങ്ങളുടേതായ രീതിയിലും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് എഴുതുക. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളും കൂടെ എഴുതി നോക്കുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ, നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ആവും. ഓക്കെ, അപ്പം നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ആകാനായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള റൈറ്റിംഗ് ആക്ടിവിറ്റിയൊക്കെ കൃത്യം എന്താണ് വിട്ടുകളയാതെ എഴുതുക. അപ്പം നമ്മളിന്ന് എത്ര ആക്ടിവിറ്റി മൊത്തത്തിൽ ചെയ്തു, 1 2 3 ആക്ടിവിറ്റി ചെയ്തല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. ബാക്കി ആക്ടിവിറ്റീസും ഈ ചാപ്റ്ററുമായിട്ടുള്ള കിടിലം വീഡിയോസ് ആക്കിയിട്ടൊക്കെ ഞാൻ അടുത്ത ദിവസം വരാം. ടാറ്റാ.